അന്ന് ഒരു ഇൻഡിപെൻഡൻറ്റ് സംവിധായകനാകണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നിർമ്മാതാവിനെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് നേരെ തിരിഞ്ഞു. ഇത്രയും കാലം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അയോഗ്യതയായിട്ട് ഇപ്പോഴത്തെ പുതിയ കാലത്ത് നിർമ്മാതാക്കളും പ്രത്യേകിച്ച് നടീനടന്മാർ പുതിയ നടന്മാരൊക്കെ കാണുന്നതാണ്. ഒരു പടത്തിൽ കൂടുതൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ അയോഗ്യനായി മാറും. കാരണം അത് പഴയ ആൾക്കാരായി എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇതേ ജോൺ പോൾ തന്നെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ സംഭവിക്കാനായിട്ടും കാരണമായിട്ട് മാറിയെന്നുള്ളതാണ്. ഞാനിങ്ങനെ ഭയങ്കര ബിസി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അന്ന്. ഒരു പടം കഴിഞ്ഞ് വേറെ പടം, മിക്കവാറും മമ്മൂട്ടി ആ പടങ്ങളിലൊക്കെ ഉണ്ടാവുന്നുള്ളൂ. കുറേ പടങ്ങളിൽ മമ്മൂട്ടി നായകനായിരുന്നു. അപ്പോൾ മിക്ക സെറ്റിൽ ചെന്നാലും മമ്മൂട്ടി എന്നോട് പറയും, തന്നെ ആ പടത്തിൽ കണ്ടല്ലോ, എന്നെക്കാളും തിരക്കാണ് താൻ എന്ന് മമ്മൂട്ടി പറയുമായിരുന്നു. കാരണം മിക്ക പടത്തിനും ഞാൻ ഷൂട്ടിങ്ങിന് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. കാരണം എഡിറ്റിങ്ങിനും ഡബിങ്ങിനൊക്കെ പോകാൻ പറ്റില്ല. അപ്പോഴേക്കും അടുത്ത പടത്തിന് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1-2 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ജോൺ പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ജോൺ പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒരു തിരക്കഥ രചനയിൽ സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ അപ്പോഴൊക്കെ ജോൺ പോളിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാത്ത പടങ്ങളിലും കൂടെ ഉണ്ടാവുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളത്ത് എത്തണം, അത്യാവശ്യമായിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പ് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ പൊന്നാനിയിൽ നിന്ന് ബസ്സൊക്കെ കയറി കഷ്ടപ്പെട്ടിട്ട് എറണാകുളത്ത് എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞ് 2-2:30 മണിയായി. ഞാൻ ജോൺ പോൾ വുഡ്ലാൻഡ്സ് എറണാകുളത്ത് ഇവിടെ VTH ഭാരത് ടൂറിസ്റ്റ് ഹോമിലാണ് ജോൺ പോളുള്ളത്. ഞാൻ ജോൺ പോളിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ജോൺ പോൾ ഭയങ്കര ചീത്ത. നിന്നോട് കാലത്ത് വരാൻ പറഞ്ഞാൽ എന്താ വഴി? ഞാൻ പറഞ്ഞു, വന്ന് ബസ്സൊക്കെ കയറി ഇവിടെ എത്തണ്ടേ, പൊന്നാനിയിൽ നിന്ന് എത്തണ്ടേ എന്ന് പറഞ്ഞു. ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പോയി. 1 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോയി എന്ന് പറഞ്ഞു. RS ശ്രീനിവാസൻ എന്നാണ് പ്രൊഡ്യൂസർ, ശ്രീസായി പ്രൊഡക്ഷൻസ് വലിയ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നിന്നെ കാണാൻ വേണ്ടിയിട്ടും ഒരു പടം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, മദ്രാസിൽ പോയി കണ്ടുവരുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുതിയൊരു സംവിധായകനെ കൊണ്ട് പടം ചെയ്യിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ആരെങ്കിലും നല്ലതുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് കോര എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു എറണാകുളത്ത്. അന്നത്തെ കാലത്തെ ആൾക്കാരോട് പെസൻ സ്വാമിയോടും ജോഷിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോരയെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. മമ്മൂട്ടിക്കൊക്കെ അറിയാം. കോര ചീട്ടിട്ടിട്ടാണ് ഓരോ സിനിമകൾ അന്ന് തീരുമാനിക്കുന്നത്. കാരണം കോരയുടെ എന്താണ് സംഭവം എന്നറിയില്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ അത് കേട്ട് കാണും. അതൊരു വലിയ കഥയാണത്. കോരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കഥയാണ്. അദ്ദേഹം പഴയൊരു മിലിറ്ററിക്കാരനൊക്കെ ആയിരുന്നുള്ള എൻ്റെ അറിവ്. പിന്നീട് എന്തൊക്കെയോ ഈ ജ്യോത്സ്യം പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചീട്ട് വെച്ചിട്ടുള്ള പരിപാടിയാണ്, ജ്യോത്സ്യം പറയലാണ്. ആ ചീട്ടിട്ടിട്ട് അദ്ദേഹം തീരുമാനിക്കും ഈ കഥ സിനിമയാക്കണോ, അല്ലെങ്കിൽ അതിൽ ഇന്ന ആൾ സംവിധാനം ചെയ്യണോ, ഇന്ന ആൾ അഭിനയിക്കണോ, ഇന്ന ആൾ ക്യാമറ വർക്ക് ചെയ്യണോ, ഇന്ന ലൊക്കേഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചീട്ടിൻ്റെ പുറത്താണ്. അങ്ങനെ അന്ന് എറണാകുളം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ കലു ഡെന്നീസിൻ്റെ ജോഷിയുടെയൊക്കെ ഒരുപാട് സിനിമകൾ സംഭവിച്ചത് ഈ കോരയുടെ ചീട്ടിൻ്റെ പുറത്താണ്. മിക്കവാറും എല്ലാ പടത്തിലും മമ്മൂട്ടിയായിരിക്കും നായകൻ. അതാണ് അതിൻ്റെ കോമഡി. അങ്ങനെ ഈ എല്ലാവർക്കും വിശ്വാസം, എല്ലാ സിനിമാക്കാർക്കും അന്ന് വിശ്വാസം. അങ്ങനെയാണ് ഈ RS ശ്രീനിവാസൻ കോരച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. മനസ്സിലായില്ലേ, ചീട്ടിടാൻ വേണ്ടിയാണ്. പുള്ളിയുടെ പുതിയൊരു പടം ചെയ്യണം. അപ്പോൾ അതിന് പുള്ളി തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നത് കൊച്ചിൻ ഹനീഫ ഡയറക്റ്റ് ചെയ്തൊരു സന്ദേശം കൂടിയെന്നോ, അപ്പോൾ മമ്മൂട്ടി തന്നെയാണ് അഭിനയിച്ചത്. അതാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ അടുത്ത പടം ആരെക്കൊണ്ട് ചെയ്യിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചീട്ടിടാൻ വേണ്ടി വന്നു. അപ്പോൾ ചീട്ടിട്ടിട്ട് ഈ കോര പറഞ്ഞത്രേ, ഏതെങ്കിലും ഒരു പുതിയ സംവിധായകനെ കൊണ്ട് ചെയ്യിക്കുക, അസോസിയേറ്റ് ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരാണെന്നുള്ളത് പുള്ളിക്കറിയില്ല. അത് കോര പറഞ്ഞാൽ അറിയില്ല, നിങ്ങളത് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ജോൺ പോളിന് ഏതൊരു സിനിമക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ RS ശ്രീനിവാസൻ. അപ്പോൾ ജോൺ പോളിനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജോൺ പോൾ 3 പേരുടെ പേര് കൊടുത്തു, ലിസ്റ്റ് കൊടുത്തു. അതിലാരെങ്കിലും ചീട്ടിടാൻ പറഞ്ഞു. അത് ഒന്ന് എൻ്റെ പേര്, ഒന്ന് K മധുവിൻ്റെ പേര്, ഡയറക്ടർ K മധുവിൻ്റെ, പിന്നെ ഒന്ന് മധു ഒന്നും ഡയറക്റ്റ് ചെയ്തിട്ടില്ല, ഒന്ന് അനിൽ എന്ന് പറഞ്ഞിട്ട്, പിന്നീട് ദൗത്യം എന്ന് പറഞ്ഞ പടമൊക്കെ ചെയ്ത് അന്ന് ഐ വി ശേഷിയുടെ അസോസിയേറ്റാണ് അനിൽ. കുറേ പടങ്ങൾ അസോസിയേറ്റായിട്ട് ഐ വി ശേഷിയിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ 3 പേരുടെ പേരാണ് ജോൺ പോൾ കൊടുത്തത്.